കാറ്റത്തെ കിളിക്കൂട്ടിലാണെങ്കിൽ എങ്ങനെയെങ്കിലും നിധിയെ സ്വന്തമാക്കണം, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്ന സുധീഷ് നിധിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിധിയിൽ നിന്നും നല്ല രീതിയിൽ തന്നെ അവഗണനയാണ് സുധീഷിന് ലഭിക്കുന്നത് എന്ന് കാണാം. ദേ സുധീഷെ, നിങ്ങൾ എൻ്റെ അടുത്ത് ഇനിയും കള്ളങ്ങളിങ്ങനെ പറയാനായിട്ട് വരേണ്ടതില്ല. നിങ്ങൾ നിരവധി കള്ളം ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മിണ്ടുന്നത് തന്നെ നിങ്ങളുടെ സഹോദരങ്ങളെ വിഷമിപ്പിക്കേണ്ട, അവരെ കാര്യങ്ങൾ അറിയിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ദയവേത് നിങ്ങളും അവരോട് കാര്യങ്ങളൊന്നും പറയാൻ പോവേണ്ടതില്ല. ഞാനത് മറച്ചു പിടിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവരോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ്. ആ പാവങ്ങൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൺമുമ്പിൽ വരാൻ അവർക്ക് മോശം കേടായിരിക്കും. എൻ്റെ മുൻപിൽ അവർ തല കുനിച്ചായിരിക്കും നിൽക്കുക. അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവൻ സുധീഷാണെങ്കിൽ മനസ്സ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾ പിരം കള്ളനാണ്, എനിക്ക് നിങ്ങൾ പറയുന്ന കള്ളവും ചതിയൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ കൂടുതലും വാ തുറന്നാൽ കള്ളം മാത്രമേ പറയുകയുള്ളൂ. നിങ്ങളെ ഒരിക്കലും ഞാൻ ഇനി വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിധി അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ഇവളെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്ന് സുധീഷ് ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഒരു മാപ്പ് പറഞ്ഞ് വിശ്വസിപ്പിച്ചാലോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്ക.